പ്രിയ ജീവനക്കാർക്ക് നമസ്കാരം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക, അതുപോലെ തന്നെ DA, സറണ്ടർ, പെൻഷൻ എന്നുപോലുള്ള വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് തടഞ്ഞു വയ്ക്കപ്പെടുമ്പോൾ അതിനെതിരെയെല്ലാം സമരത്തിനിറങ്ങുന്നത് സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷ സംഘടനകളായിരിക്കും. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പ്രതിപക്ഷ സംഘടനകൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനയേക്കാൾ കൂടുതൽ ശക്തമായി സമരത്തിന് ഇറങ്ങുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരാണ് ജോയിൻറ്റ് കൗൺസിൽ. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭരണാനുകൂല സംഘടനയാണ് ജോയിൻറ്റ് കൗൺസിൽ. 2022 2023 പങ്കാളിത്ത പെൻഷനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ച ഈ സംഘടന വീണ്ടും ഒരു വ്യത്യസ്തമായ സമരരീതിയുമായി മുന്നോട്ട് വരികയാണ്. 2022 സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ വൻ പ്രക്ഷോഭത്തിൽ ആയിരക്കണക്കിന് ജീവനക്കാരാണ് അണിനിരന്നത്. പിന്നീട് നടന്ന സിവിൽ സംരക്ഷണ യാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജീവനക്കാർ അണിനിരന്നു. പ്രധാന മുദ്രാവാക്യം ഒന്നു തന്നെയായിരുന്നു: കേരളത്തിലെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എല്ലാ ജീവനക്കാർക്കും നൽകുക എന്ന് തന്നെയായിരുന്നു. ആ സമരങ്ങൾക്ക് ശ്രദ്ധ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് NPS നിർത്തലാക്കാൻ വേണ്ടി യാതൊരു നീക്കങ്ങളും ഉണ്ടായില്ല എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. സർക്കാർ ജീവനക്കാരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യമായ പെൻഷൻ അത് ഇല്ലാതാക്കിയ സമീപനത്തിനെതിരെ തുടർച്ചയായ സമരങ്ങൾ നടത്തിപ്പോന്ന ഒരു സംഘടനയാണ് ജോയിൻറ്റ് കൗൺസിൽ. ജോയിൻറ്റ് കൗൺസിലിൻ്റെ സമരങ്ങളോട് സർക്കാർ ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്ക് അനുകൂലമായ ഒരു സമീപനമാണ് നിലവിലുള്ളത്. കാരണം ആത്മാർത്ഥമായി പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന ഏക സർവീസ് സംഘടന ജോയിൻറ്റ് കൗൺസിൽ ആണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പങ്കാളിത്ത പെൻഷൻ വിഷയം ഒന്നാമത്തെ മുദ്രാവാക്യമായി ഉയർത്തി നിർത്തുന്ന ഏക സംഘടന ജോയിൻറ്റ് കൗൺസിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരനായ ഞാൻ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സമരത്തിൽ പങ്കെടുക്കും. ആ സമരം വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യും. പലരും വിമർശനം ഉന്നയിക്കുന്നത് കാണാം: ഭരിക്കുന്നവർ എന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചെറിയ അറിവ് വെച്ച് പറയാനുള്ളത്, ഭരിക്കുന്നത് മന്ത്രിമാരാണ്, ഭരിക്കുന്നത് ഭരണാധികാരികളാണ്. നമ്മൾ വെറും ജോലിക്കാർ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഓരോ സംഘടനയും പ്രതിഷേധത്തിലൂടെ മാത്രമേ അത്തരം ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ. ഇത് ഒരു ജനാധിപത്യ സംവിധാനമാണ്, അല്ലാതെ രാജഭരണമല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളിലൂടെ മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ. 2 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ഇവിടുത്തെ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്ക് വേണ്ടി ഇത്തരം വലിയ സമരങ്ങൾ നടത്തി ഈ പങ്കാളിത്ത പെൻഷൻ വിഷയം വാർത്തകളിൽ ഇടം പിടിക്കാനും അതുവഴി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കഴിഞ്ഞത് ജോയിൻറ്റ് കൗൺസിൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ശക്തമായ സമരങ്ങൾ കൊണ്ട് ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മാത്രമല്ല, പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധന കമ്മീഷൻ റിപ്പോർട്ട് നൽകാതെ സർക്കാർ അത് ഒളിച്ചു വെച്ചപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി അത് പുറത്തു കൊണ്ടുവരാനും ശ്രമിച്ചത് ഇവിടുത്തെ ഈ പറയുന്ന പ്രസ്ഥാനം തന്നെയാണ്. കൊടിയുടെ നിറമല്ല നമ്മൾ നോക്കേണ്ടത്, നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായ പോരാട്ടങ്ങൾ നടത്താൻ ഒരു വേദി ഉണ്ടാക്കുമ്പോൾ ആ വേദിയിലേക്ക് കടന്നു വരികയും നമ്മളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം നമ്മളാൽ തന്നെ ഉണ്ടാകുകയുമാണ് വേണ്ടത്.
അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ന് കൂടെ നിൽക്കാൻ പറ്റിയ ഏക പ്രസ്ഥാനം ജോയിൻറ്റ് കൗൺസിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാ പിന്തുണയും ഈ പ്രസ്ഥാനത്തിൻ്റെ സമരങ്ങളിലുണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ള, പെൻഷൻ വീണ്ടെടുക്കുക എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഒന്നാമതായി വെക്കുന്നിടത്തോളം കാലം ഈ സമരങ്ങളിൽ ഞാനുണ്ടാകും. പക്ഷേ എൻ്റെ ലക്ഷ്യം NPS പിൻവലിക്കൽ മാത്രമാണ്. മറ്റാനുകൂല്യങ്ങൾ എല്ലാവർക്കും കൂടി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മളെല്ലാവരും കൂടിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വരുന്ന 10-11 തീയതികളിൽ നടത്തുന്ന ആ വ്യത്യസ്തമായ സമരം, രാപ്പകൽ സമരം, 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമരത്തിലേക്ക് ഇവിടുത്തെ എല്ലാ നല്ലവരായ ജീവനക്കാരെയും ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ എല്ലാ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെയും സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, കേരളത്തിൽ NPS പിൻവലിക്കുക. എല്ലാ ജീവനക്കാർക്കും തുല്യത ഉണ്ടാകണം, തുല്യ പെൻഷൻ ലഭിക്കണം, തുല്യ ശമ്പളം ലഭിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ ആദ്യം നിൽക്കേണ്ടത് നമ്മളായിരിക്കണം, പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.